മെക്സവൻ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് സംസ്ഥാന ഇന്റലിജൻസ് നൽകിയ മുന്നറിയിപ്പും പിണറായി സർക്കാർ അവഗണിച്ചു. മെക്സവന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിരീക്ഷിക്കണമെന്ന് സംസ്ഥാന ഇന്റലിജൻസ് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര ഇന്റലിജൻസും സംസ്ഥാന ഇന്റലിജൻസും കൃത്യമായ വിവരം നൽകിയിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്ര ഗൗരവമുള്ള വിഷയം അവഗണിച്ചു എന്നതാണ് പ്രധാന ചോദ്യം. മെക്സവന്റെ പ്രവർത്തനത്തിൽ തീവ്രവാദ ശക്തികൾ നുഴഞ്ഞുകയറിയെന്ന ഗുരുതര ആരോപണം നിലനിൽക്കെയാണ് പുതിയ വാർത്ത പുറത്തുവരുന്നത്. സംസ്ഥാന ഇന്റലിജൻസും മെക്സവന്റെ പ്രവർത്തനം നിരീക്ഷിക്കണമെന്ന് നേരത്തെ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും തള്ളുകയായിരുന്നു സംസ്ഥാന സർക്കാർ. നേരത്തെ മെക്സവന്റെ പ്രവർത്തനം ദുരൂഹമെന്ന് കേന്ദ്ര ഇന്റലിജൻസും മുന്നറിയിപ്പ് നൽകി. ഇതും പിണറായി സർക്കാർ മനഃപൂർവ്വം മറന്നു. ഒടുവിൽ CPM നേതാവ് P. മോഹനന് തന്നെ മെക്സവന്റെ പ്രവർത്തനത്തെക്കുറിച്ച് തുറന്നു പറയേണ്ടി വന്നു. ഞങ്ങളുടെ ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ 2-3 കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കൾ വിളിച്ചു പറഞ്ഞു, ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു, ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത്. അപ്പൊ നോക്കുമ്പോ 2 ആളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ്. ഇവർ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങൾ അങ്ങ് നോക്കിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ല, തുറസായ സ്ഥലത്ത് പൊതു സ്ഥലത്ത്. അതെ, ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം. ഇങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു. പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ P. മോഹനൻ അപ്പാടെ വിഴുങ്ങിയെങ്കിലും മെക്സവനെ കൂടുതൽ സംശയത്തിന് നിഴലിലാക്കുന്നതാണ് ഈ പ്രസ്താവന. പക്ഷേ എന്നിട്ട് പോലും സംസ്ഥാന സർക്കാരോ മറ്റ് CPM നേതാക്കളോ ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ജനം, കോഴിക്കോട്.